പ്രശാന്ത് ഏട്ട, നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി. അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞു. അദ്ദേഹം പോയത് ക്വാഡ് ഉച്ചകോടി, അതുപോലെ UN ഉച്ചകോടി അതിനകത്ത് ഉണ്ടായിരുന്നു, UN സമ്മേളനം ഉണ്ടായിരുന്നു. ഇത് രണ്ടും കഴിഞ്ഞു. നമ്മൾ അന്ന് ഈ നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് ട്രംപ് വന്നിട്ടൊരു പ്രസ്താവന നടത്തി. നരേന്ദ്രമോദിയെ വരികയാണ്, അദ്ദേഹം എന്നെ കാണും, ഞാൻ അങ്ങോട്ട് പോയി കാണും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന നടത്തി. അപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു, ഈ ട്രംപിനെ മാത്രമല്ല കമലാ ഹാരിസിനെയും കാണും, കാരണം ഇലക്ഷൻ നടക്കുകയാണ്. രണ്ടുപേരെയും വെറുപ്പിക്കേണ്ട, ഒന്ന് ഇന്ത്യൻ വംശജയാണ്, മറ്റൊന്ന് അദ്ദേഹം ഭരണത്തിലിരുന്ന സമയത്ത് ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിലുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ് ട്രംപ്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി രണ്ടുപേരെയും കാണും എന്നുള്ള വാർത്തയൊക്കെ വന്നു. പക്ഷേ അദ്ദേഹം രണ്ടുപേരെയും കാണാൻ പോയില്ല എന്നുള്ളതാണ് അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷവും പിന്നെ അത് വാർത്തകളിലൊക്കെ നിറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം രണ്ടുപേരെയും കാണാതെ പോയത്? ഇപ്പം നരേന്ദ്രമോദി ഇലക്ഷൻ സമയത്ത് ട്രംപ് എന്ന് പറയുന്ന ആളിനെ കാണുന്നതും അല്ലെങ്കിൽ വേറൊരാളെ കാണാതിരിക്കുന്നതും വേറൊരു വർത്തമാനത്തിന് കാരണമാകും. ഒരുപക്ഷെ ട്രംപിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാണ്, ഇല്ലേ ഞാൻ ഇപ്പൊ വരുമ്പോ കാണത്തില്ല, മനസ്സിലാക്കി ശരിയാവത്തില്ല, ഇയാൾ ജയിച്ചു നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം അവിടെ പോയെന്ന് പറഞ്ഞാൽ ബൈഡനെ കാണുന്നതിന് വേണ്ടിയും ചില ഈ ക്വാഡ് ഉച്ചകോടി അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ US-ന്റെ ഉച്ചകോടിയാണ് പ്രധാനമായിട്ടും. അതിന്റെ കൂടെ അമേരിക്കൻ സന്ദർശനം, 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം. ആ സന്ദർശനത്തിന് വലിയൊരു കാര്യമുണ്ട്. ബൈഡൻ വളരെ സ്നേഹത്തോടെയും ഒക്കെയാണ് മോദിയെ വളരെ സ്നേഹത്തോടു കൂടിയാണ് മോദിയെ സ്വീകരിച്ച് അദ്ദേഹത്തെ വീട്ടിൽ പോയി. വീട്ടിൽ ഭാര്യയ്ക്ക് പ്രത്യേകം നമ്മുടെ ഇവിടെ തയ്യാറാക്കിയ സാരിയൊക്കെ അദ്ദേഹം സമ്മാനിക്കുകയൊക്കെ ചെയ്തു. അതായത് വളരെ കാര്യമായിട്ടാണ്. കാരണം ഇതിനകത്ത് ഈ രണ്ടിടത്ത് യുദ്ധം നടക്കുകയാണല്ലോ. ഒന്ന് ഇസ്രായേൽ യുദ്ധം, ഒന്ന് റഷ്യ യുദ്ധം. ഈ രണ്ടിടത്ത് നമുക്ക് ഒരു അമേരിക്കയുടെ നിലപാടല്ല, നമുക്ക് നമ്മുടെ നിലപാട്. പാലസ്തീൻ്റെ കാര്യത്തിനകത്ത് അവിടെ നമുക്കൊരു നിലപാടുണ്ട്, റഷ്യയുടെ കാര്യത്തിനകത്ത് അവിടെ നമ്മൾ നിലപാടുണ്ട്. മാത്രമല്ല റഷ്യൻ യുദ്ധത്തിന്റെ സമയത്ത് നമ്മളടുത്തൊരു തീരുമാനമുണ്ട്, ഈ അമേരിക്കക്കെതിരെ ഒരു തീരുമാനമുണ്ട്, മനസ്സിലായി. ഈ അവിടെ റഷ്യക്ക് അല്ലെങ്കിൽ ഉപരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആയിട്ടുള്ള ക്രയവിക്രയങ്ങളൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ മേടിച്ചു, നമ്മൾ ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നു, അത് യൂറോപ്യൻ കൺട്രീസിന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു നീരസം അമേരിക്കയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിൻ്റെ അട്ടിമറി എന്നൊക്കെ പറയുമ്പം ബംഗ്ലാദേശിന്റെ അട്ടിമറിക്ക് അതിനപ്പുറം ഒരു അട്ടിമറി പണിയാണ് ബംഗ്ലാദേശിന് ഉൾപ്പെടെ ഈ ഒരു സന്ദർശനത്തോടു കൂടി കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പറഞ്ഞില്ലേ, ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഇന്ത്യയെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ തടയിടാൻ വേണ്ടി ശ്രമിച്ചതിന് അങ്ങോട്ട് പോയി പുലിയുടെ അതാര് ശ്രമിച്ചോ അവന്റെ മടയിൽ കയറി തിരിച്ച് പണി കൊടുത്തിട്ടാണ് മോദി ഇപ്പം വന്നിരിക്കുന്നത്. മോദി വന്നിരിക്കുന്നത് പറഞ്ഞാൽ മോദി സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ നമുക്ക് ചിപ്പിന്റെ ഉൽപ്പാദനമാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തായ്വാനാണ് ഇതിനകത്ത് നമ്പർ 1. പിന്നെ ചൈനയുണ്ട്, അമേരിക്കയുണ്ട്, സൗത്ത് കൊറിയയുണ്ട്. ചിപ്പിന്റെ നിർമ്മാണത്തിനകത്ത് നമ്മൾ പുറകിലാണ്. നമുക്ക് കഴിഞ്ഞ നമുക്കിപ്പം അറിയാമല്ലോ, ഈ കാറിനകത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ മൊബൈലിനകത്ത് ഉൾപ്പെടെ ഈ ചിപ്പ് അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്കകത്തും അതില്ലാതെ ജീവിതമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വിമാനം പണിഞ്ഞ് വെച്ചിരിക്കുകയാണ്, ഇത് നമുക്കില്ല, അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം, നമ്മുടെ വിമാനം അടുത്ത മാസം ഇറങ്ങണം, അതൊരു 4 മാസം താമസിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിമാനം ഇറങ്ങത്തില്ല. അതായത് ഇതിന്റെ അഭാവം കൊണ്ട് നമ്മളുടെ പല വ്യവസായ സംരംഭങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളിലെയും പുറകോട്ട് നടക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പുറകോട്ട് നടത്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ട്. അത് നമ്മുടെ ഈ ജോൺ ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ കോവിഡ് സമയത്ത് തായ്വാനിൽ നിന്ന് മറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ചിപ്പ് വരാൻ നമ്മുടെ കാറുകൾ കിട്ടാതായി. ശ്രദ്ധിച്ചായിരുന്നു. വ്യവസായ മേഖലയിലുള്ള തടസ്സമാണ് ഇത്. അന്നേ മോദി തീരുമാനിച്ചതാണ് ഇതിനകത്ത് ഇതിന്റെ ഉൽപാദനം ഇവിടെ നിന്നാണ്. ടാറ്റയും അദാനിയൊക്കെ പ്രൈവറ്റ് മേഖലയിലുള്ള നീക്കം നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ ചെന്നപ്പോൾ സെമി കണ്ടക്ടർ ഈ ചിപ്പ് നിർമ്മാണത്തിന് അമേരിക്കയുടെ സഹായം $15 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് 2025 ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേര് പോലും ഹിന്ദു പേരായിട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു കമ്പനിയുടെ പേര് ഞാൻ പിന്നെ പറയാം, ഓർത്തിട്ട് ഞാൻ പറയും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിയുമ്പം അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ടുള്ള കാര്യം. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ചിപ്പുകൾ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന്റെ ആവശ്യത്തിനാണ് ആദ്യത്തെ ആവശ്യം. അതിന് തന്നെയാണ് സൈനിക ആവശ്യം. അതായത് ഇന്ത്യയിൽ ഉൾപ്പെടെ നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ആവശ്യത്തിന് വിതരണം ചെയ്തതിന് ശേഷം പിന്നത്തെ കാര്യം പിന്നെ തീരുമാനിക്കും. അപ്പോൾ ഇന്ത്യയിലും അമേരിക്കയിലും അല്ലെങ്കിൽ മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും ഒക്കെ ഈ ചിപ്പ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള 2000 നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു ഭയങ്കര കരാറ് അദ്ദേഹം ഒപ്പിട്ടിട്ടാണ്. അപ്പം അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം വലിയ ഈ നമ്മുടെ ഇന്ത്യൻ വംശജരുമായിട്ട് സംസാരിച്ചു.
അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ഈ വലിയ വലിയ വ്യവസായികളുമായിട്ട് IT വ്യവസായികളുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ അസംബ്ലീസ് ഓഫ് ഇതിൻ്റെ ഇത് ജനറൽ അസംബ്ലി പ്രസംഗിച്ചു. അതുപോലെ 8-9 രാഷ്ട്ര തലവന്മാരെ കണ്ടു. ഓസ്ട്രേലിയയുടെ തലവനെ കണ്ടു, ഇതുണ്ടല്ലോ അമേരിക്കയുടെ കണ്ടു, അതുപോലെ തന്നെ നേപ്പാളിൻ്റെ കണ്ട്, ജപ്പാൻ്റെ കണ്ട്, പാലസ്തീനിലെ അറിയുന്നില്ല അവിടുത്തെ വിഷയങ്ങൾ സംസാരിച്ചു, പാലസ്തീൻ സംസാരിച്ചു. അതുപോലെ അർമേനിയൻ നേതാവിനെ കണ്ടു, വിയറ്റ്നാം പ്രസിഡന്റിനെ കണ്ടു, പിന്നെ ഈ ക്രൗൺ പ്രിൻസ് കുവൈറ്റിലെ അദ്ദേഹത്തെ കണ്ടു. ഇത്രയും പേരെ കണ്ട് വിശാലമായിട്ട് ചർച്ച നടത്തി കരാർ ഒപ്പിച്ച് തിരിച്ചു വന്നു. ഇതിനകത്ത് വേറെ വലിയ കാര്യം, ഇതിനകത്ത് വേറെ വലിയ കാര്യമുണ്ട്. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കരാറോടുകൂടി അമേരിക്കയെ പെടുത്തുകയാണ്. നമുക്ക് വലിയ നേട്ടമുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്ന തായ്വാൻ. ഇതിനകത്ത് അവർ അവരുടെ ഏറ്റവും വലിയൊരു കമ്പനിയുണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ 720 ബില്യൺ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിനുവേണ്ടി, ചിപ്പ് നിർമ്മാണത്തിന് വേണ്ടി. അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചിപ്പ് നിർമ്മാണം. അതിനുശേഷമാണ് അമേരിക്കയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ചൈനയുണ്ട്, ഈ സൗത്ത് കൊറിയ ഉണ്ട്. അപ്പോൾ അത്രയും കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ $22 ബില്യൺ ഈ ചിപ്പ് ഇറക്കുമതി ചെയ്ത് ചൈന പോലും ഇറക്കുമതി. ആ സ്ഥലത്താണ് നമ്മൾ 15 ബില്യൺ അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ട് നടക്കുന്ന കമ്പനിയിൽ ഇവിടെ ഇറക്കുമതി ചെയ്യും. അപ്പം ഇതിനകത്ത് വലിയൊരു ഇതുണ്ട്. ഈ പറഞ്ഞതുപോലെ ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ ഉള്ളവർ ഇന്ത്യൻ എക്കണോമിക്ക് തടയിടുന്നതിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്കണോമിയെ ഇനി അമേരിക്കയ്ക്ക് നിയന്ത്രിക്കേണ്ട, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇന്ത്യൻ എക്കണോമി അപ്പാവേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കി. അതായത് ഇപ്പം ഇന്ത്യൻ എക്കണോമിക്ക് തടയിടുന്നതിന് വേണ്ടിയാണല്ലോ നമ്മുടെ വട്ടമുള്ള രാജ്യങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടാക്കും, നമുക്ക് അകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്നു, നമ്മുടെ രാഷ്ട്രീയ നീക്കത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഇതെല്ലാം ഇനിയും സുതാര്യമായിട്ട് പോകേണ്ട രീതിയിലേക്ക് അമേരിക്കയ്ക്ക് കൂടെ ആവശ്യമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യവസായികൾ ഇങ്ങോട്ട് വരുന്ന ഒരു രീതി വരും. അതായത് ഈ ചൈനയുമായിട്ടുള്ള പ്രശ്നം, ചൈനയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അമേരിക്ക, ചൈനയെ കയറി ഡയറക്റ്റ് അമേരിക്കയെ അടിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കണ്ടമാന ഇൻവെസ്റ്റ്മെന്റ് ചൈനയിലുണ്ട്, ഇതുപോലെ പല മേഖലയിലായിട്ട്. വാണിജ്യ ബന്ധം ശക്തമായിട്ട് ഇത് തിരിച്ച് കോവിഡ് സമയത്ത് ഒരു സുപ്രാത്ത് നിർത്താൻ പറ്റത്തില്ല. അമേരിക്ക പോലും നിശ്ചലമാവും, പറഞ്ഞു മനസ്സിലായി. അങ്ങനെ നിർത്താൻ പറ്റത്തില്ലല്ലോ. ഇതെല്ലാം ഓരോ സാധനങ്ങൾ ഓരോരുത്തർക്ക് ചെന്നാലല്ലേ ഓരോ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെ നിർത്താൻ പറ്റില്ല. അപ്പൊ അതെല്ലാം വളരെ കുറേശ്ശെ ചൈന ഉൾപ്പെടെയുള്ള ഈ അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രാജ്യത്ത് നിന്ന് പിൻവലിച്ച് ആ ഇൻവെസ്റ്റ്മെന്റ് കൂടി ഇന്ത്യയിൽ നടത്തുന്നതിന് വേണ്ടി അമേരിക്കയ്ക്ക് താല്പര്യമാകുന്ന രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും അതിൻ്റെ തീരുമാനവും ഒക്കെ കഴിഞ്ഞിട്ടാണ് മോദി അവിടുന്ന് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു തീരുമാനത്തോടുകൂടി ഇന്ത്യൻ എക്കണോമിയും ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ വ്യവസായ മേഖലയും മേക്ക് ഇൻ ഇന്ത്യയും ഒക്കെ ഇന്ത്യക്കൊപ്പം അതിൻ്റെ കുതിപ്പ് അമേരിക്കയ്ക്കും വേണം എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർത്തിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ബംഗ്ലാദേശിനെ നമ്മുടെ എക്കണോമിയെ തടസ്സം ചെയ്യുന്നതിന് വേണ്ടി പിടിച്ചെങ്കിൽ ഇനിയും ബംഗ്ലാദേശ് എന്തെങ്കിലും കാണിച്ചാൽ അതിനെ പോലും തടയിടേണ്ട ഒരു രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ സുരക്ഷിതത്വം പോലും അമേരിക്കയ്ക്ക് ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം അമേരിക്ക ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിലുള്ള പല വ്യവസായ സംരംഭകരും അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളും അതിനോടൊപ്പം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ. ഇന്ത്യയുടെ വളർച്ച വളരെ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഉള്ള എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പം ഇതിനകത്ത് വേറെ കളി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഈ 8 രാജ്യങ്ങളുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഇത്രയും മീറ്റിംഗ് ഒക്കെ നടത്തി ഈ കരാറ് നടത്തി അവിടെ പോകുന്നപ്പോൾ ഒരു പാമ്പിടിച്ചവൻ അവിടെ കാണാൻ ചെന്നായിരുന്നു ജോണേ. അതറിഞ്ഞായിരുന്നു? യൂനസ് ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നതിന് താല്പര്യപ്പെട്ട് എവിടുണ്ടെങ്കിലും അവിടെ വന്ന് കണ്ടോളാം, എനിക്കൊന്ന് തല കാണിക്കണം എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്നിട്ട് നിന്നെ ഇപ്പൊ കാണുന്നില്ല പിന്നെ കണ്ടോളാം എന്ന് മോദി പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ എന്നുള്ള രീതിയിൽ അവിടുന്ന് യൂനസിനെ മാത്രം കാണാതെ തിരിച്ചു പോകുന്ന ഒരു മോദിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ബംഗ്ലാദേശ് ഇപ്പം പട്ടിണി രാജ്യങ്ങളുടെ കോട്ടയിലായി. പട്ടിണി രാജ്യങ്ങളുടെ കോട്ടയുടെ തലവനായിട്ടുള്ള യൂനസിനെ ആ രാജ്യം ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജനാധിപത്യ സംവിധാനത്തിൽ വരുവാണെങ്കിൽ മാത്രം കാണാമെന്നുള്ളൊരു തീരുമാനമാണ് മോദി എടുത്തിരിക്കുന്നത്. ആ അതിന് 1-2 തീരുമാനം ഇന്ത്യ അവിടെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ അവിടുത്തെ ഇപ്പോൾ താൽക്കാലിക വിദേശകാര്യമന്ത്രി ചോദിച്ചു. 1, ഹിന്ദു ഹത്യ നിർത്തണം. 2, ജനാധിപത്യ സംവിധാനത്തിലുള്ള ഗവൺമെന്റ് വരണം. മനസ്സിലായില്ലേ? 3, അവിടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ തീവ്ര നിലപാടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ അപ്രമാദിത്യം അവസാനിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതാണ് ഇന്ത്യ താല്പര്യപ്പെടുന്നത്. ആ രീതിയിലേക്കുള്ള ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ പണ്ടുള്ളതുപോലെ ഉള്ള ഒരു സമീപനം ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ട് ഉണ്ടാവത്തുള്ളൂ. ആ രീതിയിലേക്ക് ഇന്ത്യക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് കാണാം എന്നുള്ളതാണ്
നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് കാണാതെ പോകുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അതായത് ബംഗ്ലാദേശ് ഇന്ത്യയോട് ഭിക്ഷയാചിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ബംഗ്ലാദേശിനെ ആര് സഹായിക്കുമെന്ന് ബംഗ്ലാദേശ് ആഗ്രഹിച്ചോ അവരൊന്നും സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ചൈന എടുത്ത് പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിനെ ആവശ്യമില്ലാതെ സഹായിക്കേണ്ടതെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ ആവശ്യമില്ലാതെ അമേരിക്കയ്ക്ക് സഹായിക്കാൻ പറ്റില്ല. അമേരിക്കയുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞതനുസരിച്ച് പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ അന്നേരം തന്നിട്ടുണ്ട്, ബാക്കിയുള്ള പണി ഞങ്ങൾ തീരുമാനിച്ചോളൂ. എന്തോ ചെയ്യാനൊക്കും, എന്ത് ചെയ്യാനൊക്കും, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം ആ രീതിയിലെ കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 9ാം അമേരിക്കൻ സന്ദർശനം, അതായത് 3ാമത് വന്നതിന് ശേഷമുള്ള അമേരിക്കൻ സന്ദർശനം ഇന്ത്യക്ക് മുന്നോട്ടുള്ള പോക്കിനും മേക്കിംഗ് ഇന്ത്യക്കും വ്യവസായ മേഖലയ്ക്കും ഇന്ത്യൻ എക്കണോമിക്കും വലിയ കരുത്താകും. ഇന്ത്യയുടെ സംരക്ഷണം അമേരിക്കയിൽ കൂടി ഏറ്റെടുക്കേണ്ട രീതിയിലേക്ക് ഒരു കരാറും ഒക്കെ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് യൂനസ്, നിന്റെ ജോലി ഇന്ത്യയുടെ പുറയിൽ നടന്നു, അമേരിക്കയുടെ പുറയിൽ നടന്നു, ലോകരാജ്യങ്ങളുടെ പുറയിൽ നടന്ന് ഭിക്ഷ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് ഇന്ത്യയോട് കളിക്കേണ്ട. ഇന്ത്യയോട് കളിച്ചാൽ ഇന്ത്യ ബംഗ്ലാദേശിലും തരും, അമേരിക്കയിൽ വെച്ചും തരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.